സത്യൻ സാർ എങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞ ആൾ കൂടി നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവരാച്ചൻ ഒരാളുണ്ട്, മാനേജരാണ്, പുന്നപ്രീത അപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. പോയ സ്പീഡിൽ തന്നെ കൂർക്ക വന്നിട്ട് പറഞ്ഞു അപ്പച്ചനെ കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദയ സ്റ്റുഡിയോയിലെ പിഷാരടി സാറിന് അറിയാവുന്ന പോലെ ഓൾ ഇൻ ഓൾ ശാരംഗപാണി സാറാണ്. അപ്പോൾ ഈ ശാരംഗപാണി സാറിനെ മൂവി കൊണ്ടുവന്നിട്ട് അവരാച്ചൻ പറഞ്ഞു എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഇവന് എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു വേഷം കൊടുക്കാം, ഒരു പടൻ്റെ വേഷമുണ്ട്, ഒരു കുടുംബിയും കുന്തോട് കൊടുക്കാൻ പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു വാക്ക് ശാരംഗപാണി സാർ പറഞ്ഞു ഡയലോഗൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു ആർക്ക് വേണം ഡയലോഗ്, കാരണം എവിടെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് ഡയലോഗിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഭാഗ്യത്തിന് സത്യൻ സാർ കാണുന്നത് വിജയശ്രീയുടെ ഡാൻസ് ആണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു ആരാണ് ഈ തരുണിമണി എന്ന്. അപ്പൊ അടുത്ത് നിൽക്കുന്ന മണവാളൻ ജോസഫാണ്. അപ്പൊ മണവാളൻ ജോസഫിനെ അറിയാൻ മേല. അപ്പൊ എന്നോട് അടുത്ത് നിന്ന പടം ഞാനാണല്ലോ. എന്നോട് ചോദിച്ചു ആരാണ്. അപ്പൊ ഞാൻ പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഡയലോഗ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മയാണെന്ന്. ഇതാണ് മലയാള സിനിമയിലെ എന്റെ ആദ്യത്തെ ഡയലോഗ്. ഫസ്റ്റ് ടേക്കിൽ പിഷാരടി സാറെ ഓക്കെ ആയി. ഏതായി അഴക് അറിയില്ല. ഇത്രയും നാളും കാണാതെയും അറിയാതെയും ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഏതായി പെൺകുടി? കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ. കുങ്കി എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാനെന്ന് കാക്കക്കറമ്പി എന്ന് പറഞ്ഞ പെണ്ണ്.